ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്, ഇവിടെ 3 കാർഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് സോഡിന്റെ എനർജിയാണ്. 4 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ സോഡ്, എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ എന്തോ അസ്വസ്ഥമാണ് മനസ്സ്. ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഓവറായിട്ടുള്ള തിങ്കിങ് നിങ്ങൾക്ക് ഒഴിവാക്കണം. അവിടെയാണ് നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ഇമോഷൻസും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം. ഓവറായിട്ട് തിങ്കിങ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മെഡിറ്റേഷൻ ചെയ്യാനിരിക്കണം. അവിടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതല്ല എങ്കിൽ ഓവർ തിങ്കിങ് നിങ്ങളെ ഒരു സക്സസിലേക്ക് നയിക്കുകയില്ല. മനസ്സിലായി? അവിടെ നിങ്ങളുടെ എനർജി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിത് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഓവർ തിങ്കിങ് ഒരിക്കലും ആവശ്യമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇത് എന്തെങ്കിലും ചിലപ്പോൾ അസുഖങ്ങൾക്ക് വേണ്ടി റെസ്റ്റ് എടുക്കാം. അസുഖങ്ങളുള്ളവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയും ആ സമയത്ത് ഓവറായിട്ട് തിങ്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ചിലപ്പോൾ ഇവിടെ വയറുവേദനയ്ക്ക് ഹോട്ട് വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കുന്ന എനർജിയാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ചൂട് വെച്ച് ആശ്വാസം കണ്ടെത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ കണ്ടില്ലേ, ആനിമലും കൂടെയുണ്ട്. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് കൂടി ആശ്വാസം കൊടുക്കുന്നു. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ അത്രയും മതിയാകും. അല്ലാതെ വെറുതെ കാട് കയറി ചിന്തിച്ചിട്ട് ഒരു കാര്യവും നേടാനില്ല. പ്രത്യേകിച്ചും അസുഖകരമായ അവസ്ഥകളിൽ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് ഒഴിവാക്കണം. ഇവിടെ നമുക്ക് അടുത്തായിട്ട് വന്നിരിക്കുന്ന ടോക്സിക് വിച്ചസ് ആണ്. അതായത് ഡെവിളിന്റെ എനർജിയാണ്. നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നെഗറ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നു. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂട്ടുകാർ കൂടി ചേർന്നിട്ട് ചിലപ്പോൾ ഇവിടെ മദ്യപാനമാണ്, ഡ്രിങ്കിങ്, സ്മോക്കിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഈ നെഗറ്റീവ് എനർജിയിൽ തങ്ങിയിരിക്കാൻ പാടില്ല. അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരണം. നെഗറ്റീവ് അടിച്ചിരുന്നു പോയെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു പ്രേരണ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ വഴിമാറിപ്പോകണം. അതാണ് പറയുന്നത്. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ വഴി മാറ്റി വിടുക, അതാണ് വേണ്ടത്. നല്ല കാര്യങ്ങളിലേക്ക് മാത്രം ചിന്തിക്കുക. എനിക്കിത് ദോഷം ചെയ്യും എന്നുള്ള ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഗ്ലാസ്സിലൊക്കെ പറഞ്ഞിട്ട് അവരൊന്നിച്ച് ചേർന്ന് സന്തോഷിക്കുന്ന എനർജിയാണ്. സന്തോഷിക്കുക അല്ല, പക്ഷെ ഇത് ആവശ്യമില്ലാത്ത ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയാണ്. കാരണം ഇവിടെ ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രേരണ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രേരണയിൽ നിന്ന് നിങ്ങൾ കഴിയുന്നതും ഒഴിവാകുക. കാരണം ഇത് നിങ്ങളെ അങ്ങോട്ട് വീണ്ടും വീണ്ടും വലിച്ചടിപ്പിക്കുകയേ ഉള്ളൂ. നെഗറ്റീവ് എനർജിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കുടുങ്ങിയിരുന്നിട്ടുണ്ടോ? അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എങ്കിൽ വീണ്ടും വീണ്ടും അതിലേക്ക് ആണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡബിൾ എനർജി എന്ന് പറയുന്നത് ഇത് നിങ്ങളെ ആവശ്യമില്ലാത്തത് ചെയ്യാനുള്ള പ്രേരണ തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളത് സ്വയം മനസ്സിലാക്കണം. സ്വബുദ്ധി ഉണ്ടാവണം. ബുദ്ധി കൂടുതലായിട്ട് പ്രയോഗിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു സമയത്ത് എന്നാണ് കാണുന്നത്. തെറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വളരെ വലിയ ബുദ്ധിമുട്ടാവും എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ബുദ്ധിമുട്ട് ഉണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഉത്സാഹപൂർവ്വം മണി ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെനിക്ക് ചെയ്തിട്ട് അതിലേക്ക് ശ്രദ്ധ കൊടുക്കുകയാണ്. അതെനിക്ക് ചെയ്തിട്ട് എനിക്ക് കൂടുതലായിട്ട്
സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കണം എന്നുള്ള ചിന്തയാണിത്. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഇന്നത്തെ ദിവസം ഉത്സാഹപൂർവ്വം ജോലി ചെയ്യാനും മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിലേക്ക് മാത്രം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക, സാമ്പത്തികത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കുക, അതിലേക്ക് കൂടുതലായിട്ട് ഏൺ ചെയ്യാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാവണം, അതാണ് വേണ്ടത്. മനസ്സിലാവും. ഒരു ആവേശത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ചെയ്യുന്ന ജോലി എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുകയുള്ളൂ, അതുവഴി കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, വളരെയധികം ഉത്സാഹത്തോടുകൂടി മണി ഏൺ ചെയ്യണം എനിക്ക് എന്നുള്ള വിചാരം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇവിടെ ബ്രൂമാണ് വന്നിരിക്കുന്നത്. ബ്രൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചൂല്. ചൂല് കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? വീട് വൃത്തിയാക്കുക, അല്ലെ? വീടും പരിസരവും ആക്കുന്നതിനായിട്ടാണ് ചൂല് ഉപയോഗിക്കുന്നത്. എല്ലായ്പ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളൊക്കെ എപ്പോഴും വീടും പരിസരവും വൃത്തിയാക്കുന്നുണ്ട്, പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മളുടെ മനസ്സ് വൃത്തിയാക്കുന്നുണ്ടോ? മനസ്സിലും കൂടെ ശുദ്ധി കൊടുക്കുക, മനഃശുദ്ധി കൂടി ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. വീട്ടിൽ വൃത്തിയാക്കി വിളക്ക് കത്തിച്ചു, അല്ലെങ്കിൽ ജപാദികളൊക്കെ നടത്തുന്നു, പക്ഷെ അതിനോടൊപ്പം തന്നെ ഏറ്റവും അത്യാവശ്യ കാര്യമായിട്ട് ചെയ്യേണ്ടത് ആദ്യം തന്നെ മനസ്സിന് ശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലുള്ള ശത്രുത, മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും അസൂയയും മറ്റ് പലതരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ്, ഇമോഷൻസ് ഒക്കെയും കൂടിക്കലർന്ന ഒരു മനസ്സാണെങ്കിൽ, ഒരു ഹൃദയമാണെങ്കിൽ എങ്ങനെയാണ് അവിടെ ഐശ്വര്യം ഉണ്ടാകുന്നത്? നിങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടോ അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചിട്ടോ ഒന്നും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. സഹജീവികളോട് കരുണ ഉണ്ടാവണം, അവനവനെ തന്നെ സ്നേഹിക്കാനുള്ള കഴിവുണ്ടാവണം, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു വാല്യൂ കൊടുത്തിരിക്കണം. മനസ്സിലായി? ഏതെങ്കിലും ഒരു വ്യക്തിയോട് ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രുതയും അല്ലെങ്കിൽ ആ പകയുണ്ടെങ്കിൽ ആ പക ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ കൂടുതൽ ആഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കൊരിക്കലും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പറ്റില്ല, അവിടെ ഒന്നും ഒരു ഉയർച്ചയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ മനസ്സിനെ ക്ലീൻ ചെയ്യൂ, എന്നിട്ട് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുക. അവിടെയാണ് നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നത്. മനസ്സമാധാനവും ശാന്തിയും ഒക്കെ നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹവും ഉണ്ടാകും. ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ക്യൂൻ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കണം. മനസ്സിൽ കുറേയൊക്കെ ആഗ്രഹങ്ങളുണ്ട്, സ്വയം സ്നേഹിക്കുന്നുണ്ട്, സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, ഇവിടെ സ്വയം സുന്ദരിയാണെന്നുള്ള വിചാരമുണ്ട്, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവുണ്ട്, മറ്റുള്ളവരുടെ സ്നേഹം ഇങ്ങോട്ട് വേണമെന്നുള്ള ആഗ്രഹമുണ്ട്, അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് അകന്നിരിക്കുന്ന ഒരു അകൽച്ച ഉണ്ടായെങ്കിൽ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇവിടെ ആ വ്യക്തി വന്നു ചേരണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ അതിനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് നിരന്തരം മാനിഫെസ്റ്റ് ചെയ്യുന്നു, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എല്ലാം നേടിയെടുക്കാൻ പറ്റും. ഇവിടെ ഹൃദയത്തിൽ നല്ലതുപോലെ സ്നേഹമുണ്ട്, ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ചുറ്റും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ ആ ഒരു പോസിറ്റീവ് എനർജിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ചക്രാസും ഒന്ന് ആക്റ്റീവ് ആകും. അതിലൂടെ മറ്റുള്ളവരുടെ സ്നേഹത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ എത്രയും പെട്ടെന്ന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഉയർച്ചയിലേക്ക് പോകാനും സാധിക്കും എന്ന് കാണുന്നുണ്ട്. എല്ലാവർക്കോ വേണ്ടി സ്നേഹം വെച്ച് നീട്ടുകയാണ് ഇവിടെ. ആരെയോ ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിൽ ആരെയോ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ വരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് എന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, അല്ല എങ്കിൽ അവർ വരാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ ഇവിടെ ടവറാണ് വന്നിരിക്കുന്നത്. കൺമുൻപിൽ തന്നെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമാകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ. പെട്ടെന്നായിരിക്കാം നിങ്ങൾക്ക് തന്നെ ഒരു പരാജയം സംഭവിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചിരിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ട് വാങ്ങിച്ച, ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിച്ച വാഹനം ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വിഷമിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ നിങ്ങളുടെ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാവാം. അതുമല്ലെങ്കിൽ ലോൺ എടുത്തത് ജപ്തിയാവാം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, കിട്ടിയ ജോലി നഷ്ടപ്പെടാം. അല്ല എങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാവാം. അത്രയും പെട്ടെന്നായിരിക്കാം മറ്റൊരു തേർഡ് പാർട്ടിയുടെ ആഗമനം ഉണ്ടാകുന്നത്. അവിടെ അത് നിമിത്തം കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീണിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ മുകൾ ഭാഗം മാത്രമേ ഉള്ളൂ കത്തി നശിച്ചിരിക്കുന്നത്. താഴ്ഭാഗം ഇവിടെ അത്രയ്ക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, വീണ്ടും നിങ്ങൾക്ക് നല്ലൊരു പ്രോഗ്രസ്സിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. വീണ്ടും ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകാൻ സാധിക്കും. ഒരു ചേഞ്ച് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പാടെ നശിച്ചു പോയിട്ടില്ല. പക്ഷെ എന്തൊക്കെയോ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പെട്ടെന്നാണ്, കൺമുൻപിലാണ്, അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ വേരിനൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വൃക്ഷം എന്താണ്, വീണ്ടും മഴയൊക്കെ പെയ്യുമ്പോൾ വീണ്ടും അതിന് ജീവൻ വെച്ച് വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഇവിടെ നശിച്ചിട്ടില്ല. കുറച്ചൊക്കെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബാലൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എല്ലാ കാർഡിലെയും ഒരേ പിക്ചർ അല്ല. ചില കാർഡിലൊക്കെയാണ് താഴെ മുതൽ മുകൾ ഭാഗം വരെ നശിച്ചു പോകാം. ഇവിടെ അങ്ങനെയല്ല കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുത്താൻ കഴിയും. ഇവിടെ ഒരു മാറ്റത്തെ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ എല്ലാം നശിച്ചു പോയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ആ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ അവിടെ നിങ്ങൾ സൊല്യൂഷൻ കൊണ്ടുവരികയാണെങ്കിൽ, കാരണം നിങ്ങളുടെ കർമ്മയാവാം അത് കുറച്ചൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്കത് നീങ്ങി കിട്ടുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ഏസ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഏസ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തെ തരുന്നതാണ്. അഭിവൃദ്ധി വരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അഭിവൃദ്ധി വരുന്നതാണ്. വെളിച്ചം പരക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ചില ബിസിനസ്സിലേക്ക് പോകാൻ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം രൂപീകരിച്ച് വെച്ചിട്ടുണ്ടാവാം, എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് തുടക്കം കുറിക്കണമെന്ന്. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ആവേശമാണ് ഇവിടെ ജ്വലിക്കുന്നത്. ഈ ആവേശം ജ്വലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് ആയിട്ട് വരാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഈ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഓൺലൈൻ വഴിയുള്ള ബിസിനസ് തുടങ്ങാനാവാം, ഏതെങ്കിലും ബിസിനസ് കാര്യങ്ങളാവാം. ചിലപ്പോൾ ചെറിയ ഷോപ്പുകൾ തുടങ്ങാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ചില ജോലി കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തുടക്കം കുറിക്കാനും ആവാം. എന്തിനോ നിങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുന്ന കാര്യം നിങ്ങൾക്ക് ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സക്സസ് കൊണ്ടുവരാനും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ട് നിങ്ങളോടൊപ്പം എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങളിത് പരിശ്രമിച്ച് നേടിയതാണ്, അല്ലെങ്കിൽ പരിശ്രമിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുടക്കം ഇവിടെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. ഒരു കാർഡ് കൊണ്ട് എടുക്കാവേ. ഇവിടെ 6 ഓഫ് വാൺസിന്റെ എനർജിയാണ്. നല്ല ആത്മവിശ്വാസം കണ്ടില്ലേ, മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. പല മത്സരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു. ഇപ്പൊ ഏതെങ്കിലും എക്സാമിനേഷനൊക്കെ എഴുതിയിട്ടുള്ളവരാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു വിജയം നേടി മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അവിടെ മറ്റുള്ളവരുടെ കയ്യടി നേടി മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ, മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ വിജയം നേടാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ പുതിയൊരു ജോബ് ലഭിക്കാം. ആ ഒരു ജോബ് ലഭിച്ചതിന് മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരാം, അതുപോലെ നിങ്ങളോടൊപ്പം സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങളുടെ പ്രവർത്തികൾ അതുപോലെ വളരെയധികം സത്യസന്ധമായിട്ട് ചെയ്യുന്നു, നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കയ്യടി നേടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ചിലപ്പോൾ ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടാം. അതിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവണം. നല്ല കഴിവുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. മനസ്സിലായി? ഈ കഴിവുകൾ നിങ്ങൾ പ്രയോഗിച്ച് മുന്നോട്ട് വരുമ്പോൾ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾക്ക് പാത്രമാകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സക്സസ് നേടാൻ ഈ ഒരു സമയത്ത് കഴിയുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. വളരെ നല്ല എനർജിയാണ്. ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത്, മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ നോക്കി നിൽക്കുകയാണ്. എന്തെങ്കിലും അന്യ നാടുകളിൽ പോയി പഠിക്കാനും അവിടെ നിന്ന് കൂടുതൽ മണി ഏൺ ചെയ്യാനും നിങ്ങളിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളിലേക്ക് വരാനുള്ള പരിശ്രമത്തിലാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതിവിടെ കണ്ടില്ലേ, കലമാന്റെ കൊമ്പ് വളരുന്നുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ കലമാന്റെ കൊമ്പ് വളരുന്നതോടുകൂടി തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നു, സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് സ്ലോലിയാണ്. പക്ഷെ തീർച്ചയായിട്ടും ഷുവർലി ആണ് അത് കിട്ടും എന്ന് ഉണ്ട്. മനസ്സിലായി? അത് കിട്ടും എന്ന് തീർത്തും വിശ്വസിക്കാനുള്ള ഒരു കഴിവ് ഇവിടെ ഉണ്ട്. അതാണ് കാണുന്നത്. നിങ്ങൾ എന്തായാലും ശരി പതുക്കെ ശ്രമിച്ചു നോക്കുക, അതിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാനുള്ള സാഹചര്യമാണ് വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം ശ്രീകൃഷ്ണ ഭഗവാന്റെ മെസ്സേജും കൂടെ നോക്കാം. ഇന്ന് തേഴ്സ്ഡേ അല്ലേ? കുറച്ച് നാളായി നമ്മൾ ഭഗവാന്റെ മെസ്സേജസ് നോക്കിയിട്ട്. ടഫ് ടൈംസ് ആണ്. കണ്ടല്ലേ? ലെറ്റ് ഗോ ഓഫ് ആൾ ദാറ്റ് ഹാസ് ഹാപ്പൻഡ്, ദ ബാഡ് ടൈംസ് വിൽ ആൾസോ ഷുവർലി ഗോ. ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ബാഡായിട്ടുള്ള കാര്യങ്ങളെ, മോശകരമായ കാര്യങ്ങളെ, മോശമായ കാര്യങ്ങളെ, സംഭവങ്ങളെ ഒക്കെയും ഉപേക്ഷിക്കൂ. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടവർ മൊമെന്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെയൊക്കെ ലിറ്റ് ചെയ്തേക്കൂ. അതൊക്കെ നിങ്ങളുടെ ഏറ്റവും മോശകരമായ സാഹചര്യമാണ്, ഏറ്റവും മോശകരമായ സമയത്താണ് അത് സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായി? പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സമയം എന്തായാലും പോയി കിട്ടും. ഈ മോശകരമായ സമയം എന്തായാലും പോയി കിട്ടുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുക. തീർത്തും നിങ്ങൾ വിശ്വസിക്കണം. കണ്ടില്ലേ? കംപ്ലീറ്റ് ആയിട്ടും അത് പോയി കഴിയും. പക്ഷേ നമ്മളൊരു വിത്ത് വിതച്ചു കഴിഞ്ഞാൽ അത് എന്താവും? അത് റീഗ്രോത്ത് ചെയ്യും, അത് മുളച്ചു തന്നെ വരും. അതുകൊണ്ട് നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യുക, നല്ല ഫലം നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഭാവിയിലേക്ക് നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ സൽപ്രവർത്തികൾക്ക് നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ചിലപ്പോൾ മോശകരമായ സാഹചര്യങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളാണ്, നല്ല ശുഭകരമായ വാർത്തകളാണ് നിങ്ങൾക്ക് ഇനി വരാനുള്ളത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് പഴയതിനെ വിട്ടേക്കൂ, നിങ്ങൾ പുതിയ ചില കാര്യങ്ങളിലേക്ക് കടക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. Time to move on. Follow the path destined for you. Move on. Do not stop or look back. The desired change will come. ഇവിടെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ ബാക്കിലേക്കല്ല ഇനി പോവേണ്ടത്, മുന്നോട്ടാണ് പോവേണ്ടത്. സംഭവിച്ചതൊക്കെ സംഭവിച്ചു, അതെല്ലാം നല്ലതിനു വേണ്ടി തന്നെയാണെന്ന് വിചാരിക്കുക. മുന്നോട്ട് പോവുക. നിങ്ങളുടെ വിധി എങ്ങനെയാണോ അതനുസരിച്ചുള്ള പാത്ത് നിങ്ങൾക്ക് തുറന്നിരിക്കുന്നു. ആ വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകൂ. നല്ല വഴിയിലൂടെ ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും.
ഇവിടെ മേക്ക് ദ റൈറ്റ് ചോയ്സ്, ബി ഹംബിൾ ഇൻ ആൾ യു ഡു, വാനിറ്റി ബ്രീഡ്സ് സിക്നെസ്, മേക്ക് ദ റൈറ്റ് ചോയ്സ്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മൾ എല്ലാ കാര്യത്തിലും എളിമയോടുകൂടി പെരുമാറാൻ ശ്രമിക്കണം. എല്ലാ പ്രവർത്തികളിലും ഒരു എളിമ ഉണ്ടാവണം, അല്ലാതെ അഹംഭാവം ഉള്ളിൽ പാടില്ല ഒരിക്കലും. വാനിറ്റി ബ്രീഡ്സ് സിക്നെസ്, അഹങ്കാരം മനസ്സിലുണ്ടോ, അഹംഭാവം മനസ്സിൽ വന്നു പോയെങ്കിൽ അത് നിങ്ങളെ രോഗിയാക്കി മാറ്റും. മനസ്സിലായോ? നിങ്ങളുടെ എനർജി ഡൗൺ ആകും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് കുറച്ച് ഉയർച്ച വന്നു, മനസ്സിൽ കുറച്ച് അഹംഭാവം തോന്നിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഇതെല്ലാം തകർന്ന് തരിപ്പണമാകും. കാരണം യൂണിവേഴ്സ് അതിന് സമ്മതിക്കില്ല. യൂണിവേഴ്സിന് എപ്പോഴും നമ്മൾ താങ്ക് യു പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മനസ്സിൽ അഹംഭാവം പാടില്ല, അങ്ങനെ കാണിക്കാനും പാടില്ല, അങ്ങനെ വരികയും ഇല്ല. അഥവാ അങ്ങനെ കാണിച്ചു പോയെങ്കിൽ യൂണിവേഴ്സ് അപ്പോഴും അതിന് മറുപടി തന്നിരിക്കും. അതുകൊണ്ട് എല്ലായ്പ്പോഴും നല്ല വഴിയേ വരൂ നല്ല വഴിയെ ചിന്തിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും അഹംഭാവം പാടില്ല, എളിമയോടുകൂടി പെരുമാറാനും പ്രവർത്തിക്കാനും പഠിക്കൂ എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. യുവർ കാൾ വിൽ ബി ആൻസേർഡ്, നിങ്ങളുടെ എല്ലാ വിളികൾക്കും ആൻസർ ഉണ്ട്. നിങ്ങൾ വിളിക്കുന്നതിനെല്ലാം ഭഗവാൻ വിളി കേൾക്കുന്നുണ്ട്, ഉത്തരം തരുന്നുമുണ്ട് എന്നുള്ളതാണ്. യു ആൻഡ് യുവർ പ്രേയേഴ്സ് ആർ നെവർ അൺഹേർഡ്, നിങ്ങളുടെ പ്രേയേഴ്സിന്റെ, നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പ്രാർത്ഥനകളെയും ഒരിക്കലും ഭഗവാൻ കേൾക്കാതിരിക്കില്ല, കാണാതെയും ഇരിക്കില്ല. അതിൽ അടിയുറച്ച് നിങ്ങൾ വിശ്വസിക്കുക. ഭഗവാനെ ശരിയായ വിധത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, ശരിയായ വിശ്വാസം കൊടുത്ത് നമ്മൾ പ്രേ ചെയ്യുക. അതുപോലെ മറ്റു പല കാര്യങ്ങളിലും എളിമയോടുകൂടി പ്രവർത്തിക്കുക, സംസാരിക്കുക. അതൊക്കെയാണ് നമ്മൾ ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.